ഞാനിനി ചാടിത്തുള്ളി പോകുന്നത് എൻ്റെ ഒരു വിഷ് ലിസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ കുറേ നാളത്തെ ആഗ്രഹമാണ് പോട്രി മേക്കിങ്ങിന് പോകണമെന്ന്. സംഭവം നമ്മൾ മറ്റേ കുടം കലം ചട്ടി അത് തന്നെ. പക്ഷേ ഈ ചാടിത്തുള്ളി പോയ എനിക്ക് അവിടെ നിന്നൊരു പണി കിട്ടി. അതെന്താണ് നമുക്ക് വഴിയെ കാണാം. ഞാനിന്ന് പോണത് നാഷണൽ ക്രാഫ്റ്റ് മ്യൂസിയത്തിലാണ്. എൻ്റെ വിഷ് ലിസ്റ്റ് കംപ്ലീറ്റ് ആവാൻ പോകുന്നതിൻ്റെ എല്ലാ സന്തോഷവും എനിക്കുണ്ടായിരുന്നു. അവിടെ എൻട്രി ഫീ ഇല്ല, ഒരു രജിസ്റ്റർ ഉണ്ട്. അവിടെ നമ്മുടെ പേരും ഡീറ്റെയിൽസും എഴുതി വെച്ചിട്ട് നമുക്ക് അവിടെ കയറാൻ പറ്റും. ആദ്യം തന്നെ ഞാനൊരു ലക്ഷ്യസ്ഥാനം നോക്കി പോയി. അവിടെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. സംഭവം 50 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ് നമുക്ക് ഡ്രൈ ആയി കഴിഞ്ഞാൽ വീട്ടിലോട്ട് എടുത്തുകൊണ്ട് വരാം. അങ്ങനെ ആറ്റുനോട്ട് ഞാനും ഉണ്ടാക്കി ലവ് ഷേപ്പിലൊരു ഡ്രങ്കൺ ഡിഷ്. ഞങ്ങളതിൽ ഉണ്ടാക്കിയ ഡേറ്റ് ഒക്കെ എഴുതി അതവിടെ ഉണങ്ങാൻ വെച്ചു. എല്ലാവരും അവിടെ ഉണക്കാൻ വെച്ചിട്ട് ചുറ്റും കാണാനൊക്കെ പോയിട്ട് വരുമ്പോൾ അത് ഉണങ്ങിയിരിക്കും. അതുപോലെ ഞങ്ങളും പോയി. അവിടെ പിന്നെ നമുക്ക് തന്നെ ക്ലോത്തിൽ അച്ചൊക്കെ വെച്ച് പ്രിന്റ് ചെയ്യാനൊക്കെ പറ്റും. അത് പിന്നെ എനിക്ക് അത്ര ക്യൂരിയോസിറ്റി വരാത്തതുകൊണ്ട് അത് ഞാൻ ചെയ്തില്ല. അവിടെ പിന്നെ കുറേ പെയിൻറ്റിങ്സും ഡ്രസ്സും ക്യാൻഡിൽസും പേഴ്സും അങ്ങനെ കുറേ സാധനങ്ങൾ വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മേടിക്കാം. പിന്നെ ഇതിൽ ഓരോ സാധനം ഓരോ സ്റ്റേറ്റിനെയൊക്കെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളതായിരുന്നു. ഈ ഒരു ഡാൻസ് രാജസ്ഥാൻ എന്തോ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളതായിരുന്നു. പിന്നെ നമ്മുടെ കേരളത്തിനെ റെപ്രസെൻറ്റ് ചെയ്ത് ഒരു ഉരുളി എന്തോ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ വീഡിയോ എടുക്കാൻ ഞാൻ വിട്ടുപോയി. പിന്നെ അതൊക്കെ കണ്ട് എൻ്റെ ഡ്രങ്കൺ ഡിഷ് എടുക്കാൻ വേണ്ടി ഞാൻ പോയി. ഇത് ഉണങ്ങി വീട്ടിൽ കൊണ്ടുപോയിട്ട് വേണം പെയിൻ്റൊക്കെ അടിച്ച് സെറ്റാക്കി വെക്കാൻ എന്നുള്ള പ്ലാനിലാണ് ഞാൻ പോയത്. ഞാനടാ അവിടെ ബാക്കി എല്ലാവരും ഇതും ഉണ്ടായിരുന്നു. എൻ്റെത് മാത്രം ആരും എടുത്തിട്ട് പോയി. എനിക്ക് ലിറ്ററലി നല്ല സങ്കടം വന്ന്. കാരണം ഞാനത് ഉണങ്ങിയിട്ട് പെയിൻ്റൊക്കെ അടിച്ച് സൂക്ഷിച്ച് വെക്കാന്നുള്ള പ്ലാനിലായിരുന്നു. എന്ത് കളർ പെയിൻറ് അടിക്കണമെന്ന് വരെ ഞാൻ ചിന്തിച്ചു. എൻ്റെ പ്ലാൻസ് എല്ലാം വെള്ളത്തിലാണ്. എനിക്ക് ഭയങ്കര വിഷമമായി. പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒന്നേന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷെ ആ തിരക്ക് കണ്ടപ്പോൾ മനസ്സിലായി എന്നാൽ ഇതൊന്നും തിരിച്ചു വരാൻ പറ്റില്ല എന്ന്. ഞാൻ ആദ്യം പോയതിനേക്കാളും തിരക്കായിരുന്നു രണ്ടാമത്തെ പ്രാവശ്യം പോയപ്പോഴത്തേക്കും. ഇനിയൊരു ദിവസം ഇതിനു വേണ്ടി പോവാം എന്നുള്ള പ്ലാനിൽ ഞാൻ തിരിച്ചു വന്നു. നിങ്ങൾ ആരെങ്കിലുമൊക്കെ അവിടെ പോകണമെങ്കിൽ അവിടെ നിന്ന് അത് ഉണങ്ങുന്നത് വരെ കാത്തു നിൽക്കണം. അല്ലെങ്കിൽ എൻ്റെ അവസ്ഥ ആയിപ്പോവും. നമ്മൾ ആറ്റുനോറ്റുണ്ടാക്കിയ സാധനം കയ്യിൽ നിന്ന് പോകുമ്പോൾ നല്ല വിഷമം വരും. ഞാൻ കൂടുതൽ കൈവച്ച് കൊളാക്കാത്തതുകൊണ്ട് തന്നെ അത് നല്ല ഭംഗിയായിരുന്നു. യോഗ ഇല്ല അത് തന്നെ. അങ്ങനെ എൻ്റെ വിഷ് ലിസ്റ്റ് കംപ്ലീറ്റ് ആയോ ഇല്ലയോ എന്നുള്ള കൺഫ്യൂഷനിൽ ഞാൻ തിരിച്ച് ഹോസ്റ്റലിൽ വന്നു. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.